ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അമൃതം പൊടി കൊണ്ടുള്ള ഒരു സ്വീറ്റാണ്. വളരെ ഹെൽത്തിയാണ്, ടേസ്റ്റിയുമാണ്. ഇന്ന് നമുക്ക് ഉണ്ടാക്കിയാലോ? അതിനായി ആദ്യം തന്നെ 1 കപ്പ് അമൃതം പൊടി ഒരു ചൂട് കട്ടിയുള്ള പാത്രമെടുത്ത് അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് ഉരുക്കിയെടുക്കുക. ഉരുക്കിയ നെയ്യിലേക്ക് 1 കപ്പ് അമൃതം പൊടി ഇട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം. ഈ പൊടിയുടെ പച്ചമണമെല്ലാം പോകുന്നത് വരെ ഇളക്കണം. നല്ലതുപോലെ കട്ട കെട്ടാതെ ഇളക്കി യോജിപ്പിച്ച് തയ്യാറാക്കണം. ഇതുപോലെ നല്ലതുപോലെ ഇളക്കി ഇതിൻ്റെ പച്ചമണമെല്ലാം മാറുന്നത് വരെ ഇളക്കി യോജിപ്പിക്കണം. നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച പൊടിയിലേക്ക് 1 കപ്പ് പൊടിക്ക് 2 കപ്പ് വെള്ളം എന്ന രീതിയിൽ ഒഴിച്ച് നല്ലതുപോലെ കൈകെടുക്കാതെ കട്ട കെട്ടാതെ ഇളക്കി യോജിപ്പിക്കണം. ഈ വിഭവം ഉണ്ടാക്കാൻ ഈ പൊടി ഇല്ലെന്ന് വെച്ച് ആരും വിഷമിക്കേണ്ട കാര്യമില്ല. ഇത് നമുക്ക് ആട്ട കൊണ്ടും റവ കൊണ്ടും റാഗിപ്പൊടി കൊണ്ടും തയ്യാറാക്കാം. നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പം നല്ലതുപോലെ കട്ടയൊന്നും പിടിക്കാതെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിൽ കുറച്ച് ഒരല്പം മധുരം ഓൾറെഡി ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് മധുരം മാത്രമേ നമുക്ക് ചേർക്കാവൂ. 1 കപ്പ് പൊടിക്ക് 1/2 കപ്പ് പഞ്ചസാര, അല്ലെങ്കിൽ 1/4 വരെ ആവാം, അത്രമാത്രം മതി. നല്ലതുപോലെ പഞ്ചസാരയും ഇട്ട് ഇളക്കി യോജിപ്പിച്ച് പൊടിയും അമൃതം പൊടിയും പഞ്ചസാരയും എല്ലാം നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. ശേഷം അതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി, ഒരല്പം നെയ്യ്, ഇതെല്ലാം ഇട്ട് ഇളക്കി പാനിൽ നിന്ന് വിട്ട് വരുന്ന പരുവം വരെ ഇളക്കണം. ഇങ്ങനെ ഉണ്ടാക്കിയാൽ എത്ര കഴിക്കാത്ത കുട്ടികളും കഴിച്ചു പോകും. അത്രയ്ക്ക് രുചിയാണ് ഈ വിഭവത്തിന്. ഇപ്പോൾ പാനിൽ നിന്ന് നല്ലതുപോലെ വിട്ട് വന്നിട്ടുണ്ട്. ഇനി തീ ഓഫാക്കാം. നമുക്ക് നല്ലതുപോലെ ഇളക്കി വിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു സെർവിങ് ബൗളിലിട്ട് കഴിക്കാം. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യണേ.